എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 31 ശ്ലോകം 3, 4, 5, 6. ആ ഗോപസ്ത്രീകള് ഭഗവാന്റെ ദർശനം ലഭിക്കാനായിട്ട് വളരെ ദുഃഖത്തോടു കൂടിയിട്ട് ഹൃദയം അലിഞ്ഞു പോകുന്ന വിധത്തിലാണ് അവര് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും കീർത്തനം ആലപിക്കുകയാണ്. ഓരോ ശ്ലോകങ്ങളും ഓരോ ഗോപസ്ത്രീകൾ പറയണതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അതിമനോഹരമായ ശ്ലോകങ്ങള്. ഇത് മുഴുവനും കേട്ടാൽ ഭഗവാന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് അവരുടെ. കോമളം പൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരത്തോ മമ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 3. വിഷജലാപ്യയാത് വ്യാളരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാൽ വൃഷമയാത്മജാൽ വിശ്വതോഭയാൽ ഋഷഭതേ വയം രക്ഷിതാമുഹു. ഞങ്ങളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ മുമ്പ് നേരിട്ട ആ അനേകം സങ്കടങ്ങളിൽ നിന്ന് എന്തിനായിട്ടാണ് ഞങ്ങളെ രക്ഷിച്ചത്? അങ്ങനെ രക്ഷിച്ചവരെ ഇപ്പോൾ കടാക്ഷപ്രേരിതനായ മന്മഥനെ കൊണ്ട് കൊല്ലിക്കണത് യുക്താണോ എന്നാണ് അവര് ചോദിക്കുന്നത്. ഹേ ഋഷഭ, കാളിയന്റെ വിഷം നിമിത്തം ദുഷിച്ച ജലപാനത്താൽ ഗോക്കളും ഗോപാലന്മാരും നശിക്കാൻ ഭാവിച്ചു. സർപ്പമായി ഭവിച്ച അഘാസുരൻ സർവരെയും വിഴുങ്ങി കൊല്ലാൻ തുടങ്ങി. ഇന്ദ്രൻ യാഗവിഘ്ന നിമിത്തം ക്രോധിച്ചു ഘോരവർഷം ആ ഇന്ദ്രന്റെ ഘോരവർഷത്താലും കാറ്റിനാലും ഇടുത്തിയനാലും നശിപ്പിക്കാൻ ഭാവിച്ചു. വത്സാസുരൻ, വ്യോമാസുരൻ ഇവര് കൊല്ലാൻ വന്നു. ഇവരിൽ നിന്നൊക്കെ ഉണ്ടായ അങ്ങനെയുള്ള ബഹുവിധ ഭയങ്ങളും അങ്ങ് തീർത്ത് ഈ ഗോകുലത്തെ മുഴുവൻ പല പ്രാവശ്യവും രക്ഷിച്ചില്ലേ? എന്നിട്ട് ഇപ്പോ മന്മഥബാണത്താൽ ഞങ്ങളെ ഹനിക്കാൻ അനുവദിക്കുന്നത് അത് യുക്താണോ? ഞങ്ങളെ എങ്ങനെ കൊല ചെയ്യണത്? പൂർവ്വരക്ഷിതകളായ മുമ്പ് രക്ഷിച്ചതായിട്ടുള്ള ഞങ്ങളെ രക്ഷിക്കാൻ ഇപ്പോ അങ്ങയുടെ ദർശനം ക്ഷണം നൽകണേ എന്താണ് അവര് പറയണത്. വത്സാസുരനെയും വ്യോമാസുരനെയൊക്കെ സംഹരിച്ച കഥ ഇതിന് ശേഷമാണോ ഇതിൽ പറയണത്. രാസലീലയ്ക്ക് മുമ്പ് അത് കഴിഞ്ഞിട്ടുണ്ടാവും. രാസലീല കഴിഞ്ഞിട്ടാണ് ആ വധം പറയണതെന്ന് മാത്രം ഇതില് ഭാഗവതത്തില്. അപ്പൊ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ശോകങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചത് ഇപ്പൊ ഞങ്ങളിങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ചോദിക്കണു ഗോപസ്ത്രീകൾ. നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയേ സഖ ഉദേവാൻ സാത്വതാംകുലേ. അങ്ങയുടെ അന്യാദൃശമായ ആ വൈഭവത്തെ എത്രയോ പ്രാവശ്യം കണ്ടറിഞ്ഞിരിക്കുന്നു ഞങ്ങള്. അങ്ങയെക്കുറിച്ച് ഇങ്ങനെ ഊഹിക്കുന്നു. എന്താ വെച്ചാൽ ഞങ്ങളുടെ അഭീഷ്ടമായ ദർശനം നൽകണം. അത് മാത്രമേ ഉള്ളൂ. അതാണ് ആ ഗോപസ്ത്രീ പറയണത്. അങ്ങ് നിശ്ചയമായിട്ടും യശോദയുടെ പുത്രനല്ല. പിന്നെ ആരാ എന്ന് വെച്ചാൽ സർവ പ്രാണികളുടെയും ബുദ്ധി സാക്ഷിയാകുന്നു. അതുകൊണ്ട് ഇപ്പോ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ താപത്തെ അങ്ങക്ക് നല്ലോണം അറിയാമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. സർവബുദ്ധി സാക്ഷിയായിരിക്കുന്ന പരമാത്മാവായ അങ്ങ് ഈ വിധം യദുകുലത്തിൽ അവതരിച്ചത് ബ്രഹ്മാവിന്റെ അപേക്ഷ അനുസരിച്ച് ലോകസന്താപം മുഴുവൻ തീർത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. സർവ്വലോകരക്ഷ ചെയ്യാൻ അവതരിച്ചിരിക്കുന്ന അവിടുന്ന് ദാസികളായ ഞങ്ങളെ ഇങ്ങനെ ഹിംസിക്കുന്നത് യുക്താണോ? അതിനാൽ ദർശനം നൽകണേ എന്നാണ് ഗോപസ്ത്രീകളുടെ പ്രാർത്ഥിക്കുന്നതിന്റെ സാരം. വിരചിതാഭയം വൃഷ്ണിതുര്യതേ ചരണമീയുഷാം സംസൃതേർഭയാൽ കരസരോരുഹം
കാന്തകാമദം ശിരസി ധേഹിന ശ്രീകരഗ്രഹം. അതുകൊണ്ട് അങ്ങയുടെ അന്യാദൃശമായ ഈ മഹാത്മ്യത്തിന് ഉചിതമായ വിധത്തിൽ ഭക്തകളായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ 4 കാര്യങ്ങൾ സാധിപ്പിക്കണമെന്ന് 4 ശ്ലോകങ്ങൾ കൊണ്ട് പറയാണ് ഗോപസ്ത്രീകൾ. ഹേ വൃഷ്ണികളുടെ നാഥനായുള്ളവനെ, വൃഷ്ണിധുര്യ. സംസാര ദുഃഖത്തെ ഭയപ്പെട്ട് നിന്തിരുവടിയുടെ ചരണത്തെ ശരണം പ്രാപിക്കുന്നവർക്ക് അഭയം നൽകുന്നതും, ഹേ കാന്ത അഭിഷ്ടവരം കൊടുക്കുന്നതും ലക്ഷ്മി ദേവിയുടെ കരം ഗ്രഹിച്ചിരിക്കുന്നതുമായ അങ്ങയുടെ കരകമലം ഞങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ. ആശ്രയിച്ച സർവരുടെയും സംസാര സങ്കടം മുഴുവൻ നശിപ്പിച്ച് മോക്ഷപ്രദനായ അങ്ങയ്ക്ക് ഈ സാധുക്കളായ സ്ത്രീകളായ ഞങ്ങളുടെ ദുഃഖം തീർക്കണതിൽ ഒരു വിഷമമില്ല എന്ന് ഞങ്ങൾക്കറിയാം. ദർശനം നൽകുക മാത്രമേ വേണ്ടതുള്ളൂ. അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ മാത്രം മതി. ലക്ഷ്മി കരഗ്രഹം ചെയ്തിരിക്കുന്ന അങ്ങയുടെ പങ്കജശീതളമായ കരം ഞങ്ങളുടെ ശിരസിൽ വെച്ചാൽ സർവ സന്താപവും നശിച്ച് സർവ ആഭിഷ്ടവും ഞങ്ങൾക്ക് സിദ്ധിക്കും. ഹേ ആശ്രിത വത്സല, ഈ വൻകാട്ടിൽ കിടന്ന് തപിക്കുന്ന ഞങ്ങളുടെ താപം തീർക്കുന്നതിന് സമർത്ഥമായ ആ കരപങ്കജം ശീഘ്രം ഞങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ. വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയധ്വംസനസ്മിത ഭജ സഖേ ഭവൽകിങ്കരേ സ്മനോ ജലരുഹാനനം ചാരുദർശയ. വ്രജത്തിൽ വസിക്കുന്ന സർവജനങ്ങളുടെയും ദുഃഖത്തെ നശിപ്പിക്കുന്ന ഹേ വീര, അങ്ങയുടെ ദാസികളായ ഞങ്ങളെ ഇങ്ങനെ ക്ലേശിപ്പിക്കുന്നത് ശരിയാണോ? കുറച്ച് ഗർവം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നത് ശരി തന്നെയാണ്. സതാപത്തോടെ പറയാണ്, ഗർവമാണ് ഞങ്ങൾക്കുള്ള ദോഷം എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ഇങ്ങനെ അന്തർധാനം ചെയ്യണോ? സകല ദോഷ നിവർത്തകമായ അങ്ങയുടെ ആ സുന്ദരമായ മന്ദഹാസം കൊണ്ട് തന്നെ അങ്ങയെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ഗർവത്തെ നിശേഷം നശിപ്പിക്കാൻ അങ്ങയ്ക്ക് സാധിക്കുമല്ലോ. ഹേ സഖേ, ദാസികളായ ഞങ്ങളെ സ്വീകരിക്കണമേ. അതിമഞ്ജുളമായിരിക്കുന്ന അവിടുത്തെ ആ മുഖാംബോജത്തെ അബലകളായ ഞങ്ങൾക്ക് വേഗം കാട്ടിത്തരണേ. അശക്തകളെ അനുഗ്രഹിക്കുകയല്ലേ വേണ്ടത്? സാമാന്യമായിട്ട് എല്ലാവരുടെയും ക്ലേശത്തെ നശിപ്പിക്കുന്ന നിന്തിരുവടി ദാസികളായ ഞങ്ങളെ നിഗ്രഹിക്കുന്നു. ഇങ്ങനെ നിഗ്രഹിക്കണത് പരമസങ്കടമാണ് കേട്ടോ. സന്താപത്തെ തീരെ നശിപ്പിക്കുന്ന മന്ദഹാസത്തോടു കൂടിയ ആ ശീതള മുഖ കമലത്തെ ഞങ്ങൾക്ക് വേഗം കാട്ടിത്തരണേ, ശീഘ്രം കാട്ടിത്തരണേ എന്നവര് പ്രാർത്ഥിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.